Hi friends, welcome to Square Academy. നിങ്ങളെല്ലാവരും ഗ്രൂപ്പ് ഡി എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നത് അറിഞ്ഞിട്ടുണ്ടാവും. പലരും എക്സാമിനെ അപ്ലൈ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇനി എന്താ വേണ്ടേ? ഇനി നമുക്ക് പഠിച്ചു തുടങ്ങണം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മാത്സും റീസണിങ്ങും എങ്ങനെ പഠിക്കണം, അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സിലബസിൽ ഉള്ളത്, ആ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. പ്രധാനമായും നമ്മൾ ഇതിൻ്റെ പാറ്റേൺ അറിഞ്ഞിരിക്കണം, എക്സാമിൻ്റെ പാറ്റേൺ നമ്മൾ അറിഞ്ഞിരിക്കണം, അത് കഴിഞ്ഞ് നമ്മൾ സിലബസ് അറിഞ്ഞിരിക്കണം, പിന്നെ മാത്സ് റീസണിങ് ഈ കാര്യങ്ങളിൽ ഇതിൽ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് ഏതാ ആ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് അറിഞ്ഞിരിക്കണം. അത് കഴിഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും റീസണിങ്ങും നമുക്ക് ഇത്ര ഇമ്പോർട്ടൻ്റ് ആവുന്നത് ആ കാര്യം നമുക്കൊന്ന് മനസ്സിലാക്കണം. അത് കഴിഞ്ഞ് നമുക്കൊന്ന് എങ്ങനെ നമുക്ക് ഈ എക്സാമിന് പഠിക്കാൻ പ്ലാൻ ചെയ്യണം, അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മളെ സ്റ്റഡി പ്ലാനും കൂടെ ഒന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഗ്രൂപ്പ് ഡി എക്സാമിൻ്റെ പാറ്റേൺ നോക്കിയാൽ നമുക്ക് എങ്ങനെയാണ്? ടോട്ടല് 100 ക്വസ്റ്റ്യൻസ് ആണ് നമുക്കുള്ളത്. 100 ക്വസ്റ്റ്യൻസ് 100 മാർക്ക്. പക്ഷേ നമുക്ക് എത്ര മിനിറ്റ് ആണുള്ളത്? 90 മിനിറ്റ്, അതായത് 1.5 മണിക്കൂറാണ് ഉള്ളത്. ഓക്കെ, അതിൽ നമുക്ക് മാത്സ് നോക്കിയാൽ മാത്സ് 25 ക്വസ്റ്റ്യൻ 25 മാർക്ക്. ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, അതായത് നമ്മളെ റീസണിങ് നോക്കിയാൽ റീസണിങ് 30 മാർക്ക് 30 ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ പാറ്റേൺ. അപ്പോൾ ഇതിൽ നമ്മൾ ഇന്ന് ഈ 2 കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അങ്ങനെ ജനറൽ സയൻസ് നോക്കിയാൽ 25 ക്വസ്റ്റ്യൻസ്, അവയർനെസ് നോക്കിയാൽ 20 ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് മാത്സും റീസണിങ്ങിനെയും പറ്റി നോക്കാം. ആദ്യം നമ്മൾ മാത്സിൻ്റെ സിലബസ് നോക്കിയാൽ ഇതാണ് മാത്സിൻ്റെ സിലബസ്. ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ തന്നിട്ടുള്ള മാത്സിൻ്റെ സിലബസ് ഇതാണ്. ഓക്കെ, അപ്പോൾ ഈ സിലബസ് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കുക. ഇനി ഇതാണ് ആ ഇമ്പോർട്ടൻ്റ് ഏരിയാസ്. നമ്മൾ ഓരോ ടോപ്പിക്കും നോക്കിയാൽ ഇമ്പോർട്ടൻ്റ് ഏരിയാസ് ഇതാണ്. ആ ടോപ്പിക്സിനെ നമ്മളൊന്ന് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നമ്മളിതാ ഫണ്ടമെൻ്റൽസ്, ആപ്ലിക്കേഷൻ ലെവല്, അതുപോലെ അഡ്വാൻസ്ഡ് ലെവൽ, അങ്ങനെ നമ്മൾ ഈ മാത്സിൻ്റെ ഓരോ ടോപ്പിക്കിനെയും നമ്മൾ ക്ലാസിഫൈ ചെയ്ത് നമുക്ക് പഠിക്കാം. എങ്ങനെയാണ്? ഫണ്ടമെൻ്റൽസ് നോക്കിയാൽ ഇതൊക്കെയാണ് നമ്മൾ ബേസിക്സ് ആയ കാര്യങ്ങൾ, ഫണ്ടമെൻ്റൽ ആയ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കുമ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം പഠിക്കാൻ. ഓക്കെ, മാത്സിൽ നമ്മൾ ഈ കാര്യങ്ങളാണ് ആദ്യം പഠിക്കേണ്ടത്. ഇനി ആപ്ലിക്കേഷൻ ലെവൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫണ്ടമെൻ്റൽസ് പഠിച്ചതിന് ശേഷം നമ്മൾ ആപ്ലിക്കേഷൻ ലെവൽ ടോപ്പിക്സ് പഠിക്കാൻ തുടങ്ങുക. അതായത് ഇതിൽ പല ബേസിക് സാധനങ്ങളും നമ്മൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് ഈ ആപ്ലിക്കേഷൻ ലെവലിലുള്ള ടോപ്പിക്സ് നമുക്ക് മനസ്സിലാവൂ. അപ്പോൾ നമ്മൾ ആദ്യം ഫണ്ടമെൻ്റൽസ് പഠിക്കുക, പിന്നെ ആപ്ലിക്കേഷൻ പഠിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ അഡ്വാൻസ്ഡ് ലെവലില്ല, ഇതിൽ മറ്റു പല ഇക്വേഷൻസ് നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് പഠിക്കേണ്ടത്. ആദ്യം ഫണ്ടമെൻ്റൽസ് പഠിക്കുക, പിന്നെ അതിൻ്റെ ആപ്ലിക്കേഷൻ ലെവലിലെ ക്വസ്റ്റ്യൻസ് പഠിക്കുക, അത് കഴിഞ്ഞിട്ട് അഡ്വാൻസ്ഡ് ലെവലിലെ ക്വസ്റ്റ്യൻസ് പഠിക്കുക. അപ്പോൾ ഇതാണ് മാത്സിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ഈ ടോപ്പിക്സ് ഒക്കെ ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഇത് പഠിക്കുമ്പോൾ ആദ്യം നമ്മൾ ഈ കാര്യം ഇതൊക്കെയാണല്ലേ നമ്മൾ ഫണ്ടമെൻ്റൽസിൽ പറഞ്ഞത്. അതായത് ആവറേജ്, പെർസെൻറ്റേജ്, റേഷ്യോ, ഇതൊക്കെയാണ് നമ്മൾ ഫണ്ടമെൻ്റൽസിൽ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കിയാൽ ഇതൊക്കെ ഉണ്ടോ? ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ, ഇതൊക്കെ ഇതിലെന്താ പറയുന്നത്? ഡി എയിൽ നമ്മൾ പ്രധാനമായിട്ടും ഈ ടോപ്പിക്സ് ഒക്കെയാണ് നമ്മൾ ആവറേജ്, പെർസെൻറ്റേജ്, റേഷ്യോ, ഈ ടോപ്പിക്സ് ഒക്കെയാണ് നമ്മൾ ഡി എയിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ ഡി എ പഠിക്കുമ്പോൾ നമ്മൾ ഡി എ ടോപ്പിക്സ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്താൽ നിങ്ങൾ ഒന്നുകൂടെ ആവറേജ്, പെർസെൻറ്റേജ്, റേഷ്യോ, പ്രൊപ്പോർഷൻ ഈ കാര്യങ്ങളൊക്കെ റിവൈസ് ചെയ്യുക. ഓക്കെ, അതുപോലെ നിങ്ങൾ നോക്കിയാൽ ഇതാ ടൈം ആൻഡ് വർക്ക്, പൈപ്പ് ആൻഡ് സിസ്റ്റം, ഈ കാര്യങ്ങളിലൊക്കെ ഏതാണ്ട് സെയിം ആണ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒരുമിച്ച് പഠിക്കുക. ഇതുപോലുള്ള ടോപ്പിക്സ് ഒക്കെ നിങ്ങൾ ഒരുമിച്ച് പഠിക്കുക. അതുപോലെ നോക്കിയാൽ സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒരുമിച്ച് പഠിക്കുക. പിന്നെ നോക്കിയാൽ ഇതാ ടൈം, സ്പീഡ്, ഡിസ്റ്റൻസ്, ബോട്ട് ആൻഡ് സ്ട്രീംസ്, അപ്പോൾ ഇതൊക്കെ ഏതാണ്ട് സിമിലർ കോൺസെപ്റ്റ് ആണ് ഉള്ളത്. അപ്പോൾ അതുപോലുള്ള ഏരിയകൾ നിങ്ങൾ ഒരുമിച്ച് കമ്പൈൻ ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. പിന്നെ നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ അനലൈസ് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഏരിയയിൽ നിന്നാണ് ഇത്രയൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് പ്രധാനമായിട്ടും വരുന്നത്. ഓക്കെ, നിങ്ങൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് അനലൈസ് ചെയ്യുന്നത് ഇത് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി അനലൈസ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്കിത് നോക്കിയാൽ മനസ്സിലാവും ഏത് ഏരിയയിൽ നിന്നാണ് പ്രധാനമായും ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന്. നിങ്ങൾ നോക്കിയാൽ ബോർഡ് മാസിൻ്റെ എത്രയാ 2 to 3 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതുപോലെ പല ടൈം ആൻഡ് വർക്ക് 3 to 4 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളിതൊന്ന് നോക്കി മനസ്സിലാക്കുക. ഓക്കെ, ഇനി നമുക്ക് റീസണിങ്ങിൻ്റെ സിലബസ് നോക്കാം. ഇതാണ് റീസണിങ്ങിൻ്റെ സിലബസ്. അപ്പോൾ ഈ സിലബസ് നോക്കിയാൽ ഇത് ഒഫീഷ്യൽ സിലബസ് ആണ്. അപ്പോൾ നമ്മൾ ഇതിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. നമുക്ക് റീസണിങ്ങിലെ ടോപ്പിക്സിനെ നമുക്ക് 2ആയി ഡിവൈഡ് ചെയ്യാം. നമ്മൾ നേരത്തെ കാണിച്ച സിലബസിനെ തന്നെ നമുക്ക് 2ആയി ഡിവൈഡ് ചെയ്യാം. എങ്ങനെയാണ്? വേർബൽ റീസണിങ്ങും നോൺ വേർബൽ റീസണിങ്ങും. ഓക്കെ, അപ്പോൾ ഇത് 2ആയി ഡിവൈഡ് ചെയ്യാം. എന്താണ് ഈ വേർബൽ റീസണിങ്ങും നോൺ വേർബൽ റീസണിങ്ങും? വേർബൽ റീസണിംഗ് എന്ന് പറഞ്ഞാൽ സോൾവിങ് പ്രോബ്ലംസ് യൂസിങ് വേർഡ്സ്, ലാംഗ്വേജും വേർഡ്സ് ഒക്കെ വെച്ച് ചെയ്യുന്ന പ്രോബ്ലംസ് ആണ് നമ്മൾ
വേർബൽ റീസണിങ്ങിൽ പറയുന്നത്. ഇത് നോൺ വെർബൽ റീസണിങ് എന്താ? അതിൽ നമുക്ക് എന്താ വിഷ്വൽ പാറ്റേൺസ്, ഷേപ്സ്, അതായത് നിങ്ങൾക്ക് പല ഷേപ്സ് തരും അല്ലെങ്കിൽ ഇമേജ് തരും. അതുപോലെ ഇമേജ് ഒക്കെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് നോൺ വെർബൽ റീസണിങ്ങിൽ പറയുന്നത്. മറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വെർബൽ റീസണിങ്ങിൽ പറയുന്നത്. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽ ആയി നമ്മൾ ക്ലാസിഫൈ ചെയ്തതാണ് ഇത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നോക്കി മനസ്സിലാക്കുക. ഓക്കെ, ഇതിൽ കണ്ടോ പേപ്പർ കട്ടിങ്, മിറർ ഇമേജ്, വാട്ടർ ഇമേജ്, ഇതൊക്കെ എന്താ വിഷ്വലൈസ് ചെയ്യേണ്ടതല്ലേ? അതൊക്കെ നോൺ വെർബലിലാണ് വരുന്നത്. അപ്പൊ നിങ്ങൾ ഈ സിലബസ് ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. അപ്പൊ ഈ ടോപ്പിക്സ് നിന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. നിങ്ങൾക്ക് ഒഫീഷ്യൽ സിലബസിൽ പകുതി, അതായത് ഏതാണ്ട് 30% സിലബസ് മാത്രമേ നിങ്ങൾക്ക് ഒഫീഷ്യൽ സിലബസിൽ തന്നിട്ടുള്ളൂ. പക്ഷെ നിങ്ങൾ ഈ ടോപ്പിക്സ് ഒക്കെയാണ് നിങ്ങൾ കൃത്യമായി പഠിച്ചിരിക്കേണ്ടത്. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടുന്ന് മനസ്സിലായത് എന്താ? ഇതാ ഈ ഏരിയയിൽ നിന്നൊക്കെയാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയി ക്വസ്റ്റ്യൻസ് വരുന്നത്. നിങ്ങൾ ഇവിടെ നോക്കിയാൽ എന്താ അനലോഗ് ചെയ്യുന്ന 1 to 3 ക്വസ്റ്റ്യൻസ്, അതുപോലെ നമ്പർ സിസ്റ്റം, നമ്പർ സീരീസ് 2 to 3 ക്വസ്റ്റ്യൻസ് നമ്പർ സീരീസ്, അതുപോലെ ആൽഫ ന്യൂമറിക്കലിന് 2 to 3 ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ ഈ ഏരിയയൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. പക്ഷെ നിങ്ങൾ പ്രധാനമായിട്ട് ഒരു കാര്യം മനസ്സിലാക്കണം. ഇവിടെ കണ്ടോ നോൺ വെർബൽ റീസണിങ്, നോൺ വെർബൽ ടോപ്പിക്കിന് നമുക്ക് 2018 3 to 4 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഓരോ ഷിഫ്റ്റിലും നമുക്ക് 3 to 4 ക്വസ്റ്റ്യൻസ് നമുക്ക് 2018 വന്നിട്ടുണ്ട്. പക്ഷെ നോക്കിയാൽ 2022 നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചിട്ടില്ല. അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ ഇൻഇക്വാലിറ്റി നോക്കിയാൽ ഇൻഇക്വാലിറ്റി 2018 നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ചോദിക്കാത്ത 2018 ചോദിച്ചില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ അത് പഠിക്കാണ്ട് പോകരുത്. നിങ്ങൾ ഇവിടെ നോക്കിയാൽ 2022 1 to 2 ക്വസ്റ്റ്യൻസ് ഇൻഇക്വാലിറ്റി എന്ന് വന്നിട്ടുണ്ട്. ഇൻഇക്വാലിറ്റി വളരെ സിമ്പിൾ ടോപ്പിക്കാണ്. അപ്പോൾ നിങ്ങളത് വിട്ട് കളയരുത്. പല ഷോർട്ട് ട്രിക്സും ഉണ്ട്, അതൊക്കെ നമുക്ക് മറ്റു ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ അതുപോലെ ഏതെങ്കിലും ഒരു വർഷം നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിച്ചില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ആ ടോപ്പിക്സ് പഠിക്കാണ്ടിരിക്കരുത്. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ ഈ ടോപ്പിക്സ് ഒക്കെ കൃത്യമായി, എല്ലാ ടോപ്പിക്സും നമ്മൾ കൃത്യമായി പഠിച്ചിരിക്കണം. ഓക്കെ, ഇനി നമ്മൾ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഏതാണ്, നമ്മൾ ആ ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ഏരിയയിൽ നിന്ന് വന്നു നോക്കിയാൽ നമുക്ക് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് സീരീസ്, അനലോഗീസ്, കണ്ടീഷൻ, നമ്പർ, ലെറ്റർ സീരീസ്, അതുപോലെ ഡയറക്ഷൻ, അതുപോലെ സീറ്റിംഗ് അറേഞ്ച്മെന്റ്, വെൻ ഡയഗ്രാം, സിലോജിസം, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ, കോഡിംഗ്, ഡീകോഡിംഗ്. അപ്പോൾ ഈ ഏരിയയൊക്കെയാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. നമുക്ക് ഇതൊക്കെ അറിയാലോ. സീരീസ് നിങ്ങൾ ഇവിടെ നോക്കിയാൽ ഇതാ നമ്പർ സീരീസ് 2 to 3 ക്വസ്റ്റ്യൻസ്, ആൽഫ ന്യൂമറിക് സീരീസ് 1 to 3 അല്ലെങ്കിൽ 2 to 3 അത്രയും ക്വസ്റ്റ്യൻസ് ആണ്. അതായത് സീരീസ് തന്നെ നമുക്ക് ഏതാണ്ട് 5 to 6 ക്വസ്റ്റ്യൻസ് നമുക്ക് സീരീസ് തന്നെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സീരീസ് വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. അപ്പോൾ ഈ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഒക്കെ നമ്മൾ പഠിച്ചിരിക്കണം. കൂടുതൽ സ്ട്രെസ് എടുത്തിട്ട് നമ്മൾ ഇത് പഠിച്ചിരിക്കണം. ഓക്കെ, ഇനി നമ്മൾ ഹാർഡ് ടോപ്പിക് ഏതാണെന്ന് നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഹാർഡ് ടോപ്പിക്. പക്ഷെ ഞാൻ എന്തിനാണ് ഇതിനെ ഹാർഡ് ടോപ്പിക് എന്ന് വിളിക്കുന്നത്? എന്തുകൊണ്ടായിരിക്കും ഹാർഡ് ടോപ്പിക് ഞാൻ വിളിക്കുന്നത്? എന്തുകൊണ്ടാണ്? ഇത് ക്വസ്റ്റ്യൻ ഹാർഡ് ആയതുകൊണ്ടല്ല ഞാൻ ഇതിനെ ഹാർഡ് ടോപ്പിക് എന്ന് വിളിക്കുന്നത്. എന്താ? ടൈം കൺസ്യൂമിംഗ് ആണ്. അതായത് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ച് ടൈം എടുക്കും. നിങ്ങൾ നോക്കിയാൽ സീരീസ്, മിസ്സിംഗ് നമ്പർ, ഇതൊക്കെ നമുക്ക് ആ പാറ്റേൺ ഒക്കെ കണ്ടുപിടിക്കാൻ നമുക്ക് കുറച്ച് ടൈം എടുക്കില്ലേ? അതുകൊണ്ടാണ് ഞാൻ ഇതിനെ ഹാർഡ് ടോപ്പിക് എന്ന് പറഞ്ഞത്. അതുപോലെ സിലോജിസം നമുക്ക് ട്രിക്ക് മനസ്സിലാക്കി പെട്ടെന്ന് ചെയ്യാം. പക്ഷെ എന്നാലും നിങ്ങൾ ലോജിക്ക് നോക്കുമ്പോൾ കുറച്ച് ടൈം എടുക്കും. അതുപോലെ സീറ്റിംഗ് അറേഞ്ച്മെന്റ്, പസിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ കുറേ ടൈം എടുക്കില്ലേ? നമ്മൾ ഇങ്ങനെ ഏതാ സർക്കിൾ ആണെങ്കിൽ ചിലപ്പോൾ 2 സർക്കിൾ വരക്കണം. അങ്ങനെ കുറേ ടൈം എടുക്കുന്ന ക്വസ്റ്റ്യൻ ആണ് സീറ്റിംഗ് അറേഞ്ച്മെന്റ്. സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻ ടൈം എടുക്കും. പസിൽ നമുക്ക് ടൈം എടുക്കും. ഓക്കെ, അപ്പം ഇതൊക്കെ നമ്മൾ ടൈം എടുക്കുന്നതുകൊണ്ടാണ് നമ്മളിതിനെ ഹാർഡ് ടോപ്പിക് എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങൾ ഇതിനെ നിങ്ങൾ സിമ്പിൾ ടോപ്പിക്കായിട്ട്, ഈസി ടോപ്പിക്കായിട്ട് മാറ്റണം. എങ്ങനെ? നമ്മൾ റെഗുലറായി പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് ഇതിനെ ഈസി ടോപ്പിക്കായി മാറ്റാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക, ഇതിനെ ഈസി ടോപ്പിക്കായി മാറ്റുക. ഇനി നമുക്ക് നോക്കിയാൽ എന്തുകൊണ്ടാണ് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും റീസണിങ്ങിനും ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? അതായത് ഓഫ് കോഴ്സ് നമ്മളെ സിലബസ് നോക്കിയാൽ നമുക്ക് എത്രയാ 30 മാർക്കും 30 ക്വസ്റ്റിനും 25 ക്വസ്റ്റിനും നമുക്ക്, നിങ്ങൾ സിലബസ് നോക്കിയാൽ നമുക്ക് എന്താ കാണുന്നത്? റീസണിങ്ങിന് 30 ക്വസ്റ്റ്യൻ 30 മാർക്ക്, അതുപോലെ മാത്സിന് 25 ക്വസ്റ്റ്യൻ 25 മാർക്ക്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് എത്രയാ 55 മാർക്കായി. ഓഫ് കോഴ്സ് മാർക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് 55 മാർക്ക് ഇവിടെ തന്നെ കിട്ടി. ഓക്കെ, പക്ഷെ അത് മാത്രമല്ല, നിങ്ങൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾ പ്രധാനമായിട്ട് നോക്കേണ്ട എന്താ? ഹൈ പ്രഡിക്റ്റബിലിറ്റി ഇൻ ക്വസ്റ്റ്യൻസ്. അതായത് നിങ്ങൾക്ക് ഞാൻ കുറേ ടോപ്പിക്സ് കാണിച്ചു തന്നില്ലേ? ആ ടോപ്പിക്സ് നിന്ന് മാത്രമാണ് ക്വസ്റ്റ്യൻ, ഏതാണ്ട് ആ ടോപ്പിക്സ് നിന്ന് മാത്രമാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ ആ ടോപ്പിക്സ് നിന്ന് പഠിച്ചാൽ നിങ്ങൾക്ക് ഷുവറായിട്ട് അറ്റൻഡ് ചെയ്യാം. അതായത് ഇപ്പോൾ നിങ്ങൾ മറ്റേ ജനറൽ അവയർനെസ് ഏതൊക്കെ ഏരിയയിൽ നിങ്ങൾ പഠിക്കണം,
ഏതൊക്കെ ഏരിയ നിങ്ങൾ ഹിസ്റ്ററി, പൊളിറ്റി, പിന്നെന്താ ജോഗ്രഫി, എക്കണോമി. അപ്പോൾ ഈ ഏരിയക്ക് വാസ്റ്റ് ആയിട്ട് പഠിക്കണ്ടേ, എന്നിട്ട് ക്വസ്റ്റ്യൻസ് എത്രയാണ് വരുന്നത്. പക്ഷേ ഈ ഏരിയയിൽ നിന്ന് നിങ്ങൾ ലിമിറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് മാക്സിമം മാർക്ക് നേടാം. അപ്പോൾ ഹൈ പ്രഡിക്റ്റബിലിറ്റി ആണ്. അതായത് ഏതൊക്കെ ഏരിയയിൽ ക്വസ്റ്റ്യൻസ് വരുന്നത് നമുക്ക് ഇപ്പോൾ തന്നെ നമുക്കറിയാം. അതുപോലെ ഹൈ സ്കോറിംഗ് പൊട്ടൻഷ്യൽ, അതായത് നിങ്ങൾക്ക് ഇക്വേഷൻ അറിഞ്ഞാൽ നിങ്ങൾക്ക് മാത്സ് സിമ്പിളായി ചെയ്യാമല്ലോ. അതുപോലെ ലോജിക്ക് അറിഞ്ഞാലും നിങ്ങൾക്ക് സിമ്പിളായി ചെയ്യാം. പിന്നെ എന്താ റീസണിങ് നമുക്ക് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് റീസണിങ്ങിൽ വരുന്നത്. അപ്പോൾ ഈസിക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ കിട്ടിയാൽ നിങ്ങൾക്ക് റോങ് ആയിരിക്കില്ല. ജനറൽ അവയർനെസ് ആണെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാം. ചിലപ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇതിലാണെങ്കിലോ മാത്സും റീസണിങ്ങിലാണെങ്കിലോ നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ കിട്ടിയാൽ അത് തന്നെയായിരിക്കും ആൻസർ. ഓക്കെ, അപ്പോൾ ഹൈ സ്കോറിംഗ് പൊട്ടൻഷ്യൽ ആണ്. പിന്നെ കമ്പാരിറ്റീവ്ലി ഷോർട്ട് സിലബസ് ഞാൻ പറഞ്ഞല്ലോ. അതുപോലെ വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് അല്ല, ലിമിറ്റഡ് ആയിട്ട് ഞാനിപ്പോൾ പറഞ്ഞില്ലേ അത്രയും മാത്രമാണ് സിലബസിൽ ഉള്ളത്. അപ്പോൾ ഇതൊക്കെ കണ്ടാണ് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും റീസണിങ്ങും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിൽ എത്രയാ ടോട്ടൽ 55 മാർക്കാണ് നമുക്കുള്ളത്. എല്ലാവരും മാക്സിമം 55 മാർക്ക് തന്നെ നമ്മൾ സ്കോർ ചെയ്യണം. എങ്കിലും നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ ഏതാണ്ട് മുന്നിൽ തന്നെ നിങ്ങൾക്ക് എത്താൻ പറ്റും. അപ്പോൾ ഇതിന് നിങ്ങൾ മാക്സിമം സ്ട്രെസ് കൊടുത്ത് നിങ്ങൾ റീസണിങ്ങും മാത്സും പഠിക്കുക. ഇനി നമ്മൾ എന്താണ് പ്ലാൻ ചെയ്യുന്നത്? ഹൗ ഷുഡ് ഐ പ്ലാൻ? നമ്മൾ എങ്ങനെ പ്ലാൻ ചെയ്യാം? ഇപ്പം നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും, പലരും അപ്ലൈ ചെയ്യാൻ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പം നിങ്ങളിത് നോക്കുക, എന്താണ് നമ്മൾ എങ്ങനെയാണ് ഇത് പഠിക്കേണ്ടത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെയാ? ഫോക്കസ് ഓൺ ബേസിക്സ്. നമ്മൾ ആദ്യം പറഞ്ഞില്ലേ ബേസിക്സ് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു തുടങ്ങണം. ബേസിക്സ് എന്താ? നിങ്ങൾ ബേസിക്സ് നോക്കിയാൽ എന്താ സ്ക്വയർ അപ് ടു 30. നമ്മൾ 30 വരെയുള്ള സ്ക്വയേഴ്സ് പഠിക്കണം. അതായത് ഇപ്പം എന്താ 2 സ്ക്വയർ എന്താ 2 സ്ക്വയർ 4, 3 സ്ക്വയർ എന്താ 9, അങ്ങനെ 30 വരെയുള്ള സ്ക്വയേഴ്സ് നിങ്ങൾ പഠിക്കണം. അപ്പോൾ ഏത് ടൈമിൽ ചോദിച്ചാൽ നിങ്ങൾക്ക് സ്ക്വയർ അറിയാം. ഇപ്പം ഞാൻ ചോദിക്കുന്നു 11 സ്ക്വയർ എന്താ, അപ്പം തന്നെ നിങ്ങൾ പറയണം 121. അങ്ങനെ ഏത് ടൈമിൽ ചോദിച്ചാലും നിങ്ങൾ 1 to 30 വരെയുള്ള സ്ക്വയേഴ്സ് നിങ്ങൾ പറഞ്ഞിരിക്കണം. അതുപോലെ ക്യൂബ്സ് നിങ്ങൾ പഠിച്ചിരിക്കണം. 20 വരെ ക്യൂബ്സ് പഠിക്കണം. പിന്നെന്താ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ. നിങ്ങൾ ഒരു 50 ഇപ്പം നിങ്ങൾക്ക് 1 to 10 വരെ എല്ലാവർക്കും അറിയാം. നമ്മൾ ചെറിയ ക്ലാസ് പഠിക്കുന്നത് 1 to 10 വരെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നമുക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങളൊരു 15, 20 നിങ്ങൾ 1 to 15 വരെ പഠിച്ചാൽ മതി. 1 to 15 വരെ നിങ്ങൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിച്ചിരിക്കുക. പിന്നെ നിങ്ങൾ പ്രധാനമായും പഠിക്കേണ്ടത് എന്താ ആൽഫബറ്റിക് ഓർഡർ. അതായത് ABCD ഇല്ലേ, അതിൻ്റെ മിറർ ഇമേജ് എങ്ങനെയായിരിക്കും, അതുപോലെ തന്നെ അതായത് ഇതിൻ്റെ നമ്പർ, പൊസിഷൻ നമ്പർ എന്തായിരിക്കും. അതായത് പൊസിഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ, എൻ്റെ വാല്യൂ എത്ര, എൻ്റെ 1, ബീൻ്റെ എത്രയാ, ബീൻ്റെ 2, അതുപോലെ സെഡിൻ്റെ എത്രയാ 26. അങ്ങനെ ഇതിൻ്റെ പൊസിഷൻ വാല്യൂ നിങ്ങൾ ഏത് ടൈമിൽ ചോദിച്ചാലും പറയുന്ന ആ ലെവലിലേക്ക് നിങ്ങൾ എത്തിയിരിക്കണം. അതുപോലെ ഇതിൻ്റെ റിവേഴ്സ് ഓർഡർ എന്താ, ഓപ്പോസിറ്റ് എന്താ, എൻ്റെ 26, ബീൻ്റെ എത്രയാ 25, സെഡിൻ്റെ എത്രയാ 1. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പൊസിഷൻ വാല്യൂ. അതൊക്കെ നിങ്ങൾ ഏത് ടൈമിൽ ചോദിച്ചാൽ നിങ്ങൾ പറയുന്ന ലെവലിൽ എത്തിയിരിക്കാം. പല ഷോർട്ട് ട്രിക്സും ഉണ്ട്, അത് നമ്മൾ മറ്റു പല വീഡിയോസിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. എങ്ങനെയാ ഇതിൻ്റെ നിങ്ങളിപ്പോൾ നോക്കിയാൽ ടീൻ്റെ വാല്യൂ എന്താ, ടീൻ്റെ പൊസിഷൻ വാല്യൂ എന്താ, ടീൻ്റെ വാല്യൂ 20. അത് ഞാൻ എങ്ങനെയാ പറഞ്ഞേ, നമ്മൾ T20 എന്ന് പറയില്ലേ, T20. അതുകൊണ്ട് ആ T20 2020 വേൾഡ് കപ്പ് എന്നൊക്കെ പറയില്ലേ, അപ്പോൾ നമ്മൾ ടീൻ്റെ പൊസിഷൻ വാല്യൂ 20. ഓക്കെ, അപ്പോൾ അങ്ങനെ പല ട്രിക്സും ഉണ്ട്, അതൊക്കെ നമുക്ക് മറ്റു ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളാണ് നിങ്ങൾ ഫണ്ടമെന്റൽ ബേസിക്സ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട സാധനം. അടുത്ത നിങ്ങൾ പ്രയോറിറ്റൈസ് ഹൈ സ്കോറിംഗ് ഏരിയ. നമ്മൾ പറഞ്ഞല്ലോ മെയിനായിട്ട് ഏതൊക്കെ ഏരിയ നിന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്, ആ ഏരിയയൊക്കെ നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കുക. ആ ഏരിയ ഒരിക്കലും ഒഴിവാക്കാണ്ടിരിക്കുക, മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. അടുത്തത് ടൈം മാനേജ്മെന്റ്. ലിമിറ്റ് വേസ്റ്റ് റൈറ്റിംഗ് യൂസിങ് മെന്റൽ കാൽക്കുലേഷൻ ആൻഡ് ഷോർട്ട് കട്ട്. അതായത് നിങ്ങൾ പെന്ന് യൂസ് ചെയ്യാണ്ട് മാക്സിമം ഒഴിവാക്കുക, മെന്റൽ കാൽക്കുലേഷൻ മാത്രം ചെയ്യുക. ഓക്കെ, മാക്സിമം പെന്ന് ഒഴിവാക്കി തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യുമ്പോൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എക്സാമിന് റിയൽ എക്സാമിന് നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ മാക്സിമം പ്രാക്ടീസ് ചെയ്ത് തന്നെ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ ഇപ്പോൾ തന്നെ പ്രാക്ടീസ് ചെയ്യാം. മാക്സിമം പേന ഒഴിവാക്കിയിട്ട് നിങ്ങൾ മെൻ്റൽ, അതായത് മൈൻഡിൽ തന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ചെറിയ ചെറിയ കാൽക്കുലേഷൻ ഒക്കെ നിങ്ങൾക്ക് മൈൻഡിൽ ചെയ്തുകൂടെ? അപ്പോൾ മൈൻഡിൽ തന്നെ നിങ്ങൾ ചെറിയ കാൽക്കുലേഷൻ ചെയ്യുക. അതായത് പിന്നെ നിങ്ങൾ എന്താ നോക്കണേ, ആ ടൈം ലിമിറ്റിൽ തന്നെ. അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ എത്ര മണിക്കൂറാണ് നമുക്ക് എക്സാം ഉള്ളത്? 1.5 മണിക്കൂർ, 90 മിനിറ്റാണുള്ളത്. അപ്പോൾ ആ ടൈമിൽ തന്നെ നിങ്ങൾ ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴും ഒരു ടൈം ലിമിറ്റ് വെക്കുക. ആ ടൈം ലിമിറ്റിൽ തന്നെ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ നോക്കുക. ഓക്കെ, അതാണ് നമ്മൾ ടൈം മാനേജ്മെന്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്.
അടുത്ത എന്താ, നമ്മൾ ട്രിക്സ് ഉപയോഗിക്കണം. എന്താ, നമ്മൾ MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് അല്ലേ ഉള്ളത്. അതായത് ഇങ്ങനെ നിങ്ങൾക്ക് ഓപ്ഷൻ എങ്ങനെ ഉണ്ടാവും, ABCD ഇതുപോലുള്ള ഓപ്ഷൻസ് ഉണ്ടാവില്ലേ. അങ്ങനെ 4 ഓപ്ഷൻ തരും. അപ്പോൾ ഇതിന്നല്ലേ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പം നിങ്ങൾക്ക് പല ട്രിക്സ് ഇവിടെ യൂസ് ചെയ്യാം. ചിലപ്പോൾ ഏതെങ്കിലും ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾ എത്ര 9ന്റെ മൾട്ടിപ്പിൾ ആണ് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ നിങ്ങൾ ഓപ്ഷനിൽ നോക്കിയാൽ മതി ഏതാണ് 9ന്റെ മൾട്ടിപ്പിൾ ഓപ്ഷൻ വരുന്നതെന്ന്. ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഓപ്ഷൻ മാത്രമേ 9ന്റെ മൾട്ടിപ്പിൾ ഉണ്ടാവൂ. അപ്പോൾ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാണ്ട് തന്നെ, റിയലായിട്ട് നിങ്ങൾ പ്രോബ്ലം ചെയ്യാണ്ട് തന്നെ നിങ്ങൾക്ക് ഓപ്ഷൻ നോക്കിയിട്ട് ആൻസർ ചെയ്യാം. ആ മൾട്ടിപ്ലിക്കേഷനൊക്കെ നമുക്ക് മറ്റു ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട് നമ്മൾ. അത് നിങ്ങൾ നോക്കുക. വിഷ്വലൈസ് ഫോർ എന്താ നോൺ വെർബൽ റീസൺ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ പെന്ന് യൂസ് ചെയ്യാണ്ടിരിക്കുക. നോൺ വെർബലിനൊക്കെ നമ്മൾ എന്തിനാ പേന യൂസ് ചെയ്യുന്നത്, ഫിഗറൊക്കെ വെച്ച്, അതായത് ഇമേജ് വെച്ചിട്ടല്ലേ നമ്മൾ നോൺ വെർബൽ റീസണിങ് പഠിക്കേണ്ടത്. അപ്പം നമ്മൾ പേന യൂസ് ചെയ്യാണ്ട് മൈൻഡിൽ നിങ്ങൾ അത് ഇമാജിൻ ചെയ്തിട്ട് നിങ്ങൾ ചെയ്യുക. ഓക്കെ. അടുത്ത അനലൈസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്തില്ലേ, എന്നിട്ട് നമ്മൾ ആ ട്രെൻഡ് മനസ്സിലാക്കി ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അത് മനസ്സിലാക്കി. അപ്പോൾ ആ ഏരിയയിലൊക്കെ കൂടുതൽ ഫോക്കസ് കൊടുക്കുക. പിന്നെന്താ, പിന്നെ നമ്മൾ മോക്ക് ടെസ്റ്റ് ചെയ്യാം, പ്രാക്ടീസ് ചെയ്യാം. അതായത് നിങ്ങൾ എക്സാംസിൻ്റെ ഇമ്പോർട്ടൻ്റ് ഇത് ഏരിയ എന്താ, നിങ്ങൾ ആദ്യം സിലബസ് പഠിക്കുക. പിന്നെന്താ, പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക. അതായത് മോക്ക് ടെസ്റ്റ് മാക്സിമം ചെയ്യുന്ന അത്രയും നിങ്ങൾക്ക് ചാൻസ് കൂടുകയാണ് നിങ്ങൾ ലിസ്റ്റിൽ വരാനുള്ളത്. അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ട് മാത്രം കാര്യമില്ല. ഇപ്പോൾ പഠിച്ചിട്ട് ഡയറക്റ്റ് ഹാളിൽ പോയിട്ട് എക്സാം എഴുതുന്നത് നിങ്ങൾ ചിന്തിക്കരുത്. മാക്സിമം മോക്ക് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ. അപ്പോൾ ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ ചെയ്യുക റെഗുലറായിട്ട്. പക്ഷെ മോക്ക് ടെസ്റ്റ് ചെയ്താൽ മാത്രം പോരാ, നിങ്ങളുടെ മിസ്റ്റേക്ക് എന്താണെന്ന് നിങ്ങൾ അനലൈസ് ചെയ്യണം. അതായത് നിങ്ങളുടെ വീക്ക് ഏരിയ ഏതാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. എന്നിട്ട് ആ ഏരിയയിൽ കുറച്ചും കൂടെ നിങ്ങൾ വർക്ക് ചെയ്യണം. ഓക്കെ. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി ലാസ്റ്റ് ആയിട്ട് എന്താ, ലാസ്റ്റ് ആയിട്ട് നമ്മൾ ഡെയിലി നമ്മൾ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണം. അതായത് നിങ്ങൾ ഇപ്പോൾ പഠിച്ചെന്ന് വെച്ചിട്ട് കാര്യമില്ല, നിങ്ങൾ ഡെയിലി അത് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണം. എന്നാൽ മാത്രമേ കാര്യമുള്ളൂ. ഓക്കെ. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി നിങ്ങൾ എങ്ങനെ പഠിച്ചു, ഇപ്പം നമ്മൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി. ഇനി നമ്മൾ സ്ട്രിക്റ്റ് ഒരു നമ്മുടെ കോഴ്സ് നിങ്ങൾ നോക്കുക. അതായത് നമ്മൾ ആദ്യം എന്ത് ചെയ്യാം, നമ്മൾ ക്ലാസ് വീഡിയോസ് കാണാം. നിങ്ങൾ ഏതെങ്കിലും ഒരു കോഴ്സ് പർച്ചേസ് ചെയ്താൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, നമ്മൾ ആ ക്ലാസ് വീഡിയോസ് കാണാം. ക്ലാസ് വീഡിയോസ് കണ്ടിട്ട് പിന്നെ ഈ 2 കാര്യങ്ങൾ ഓപ്ഷനാണ്. നിങ്ങൾ ഏത് കോഴ്സ് പർച്ചേസ് ചെയ്താലും നിങ്ങൾ ക്ലാസ് വീഡിയോ റെഗുലറായി കാണുക. ഓക്കെ. ക്ലാസ് വീഡിയോ കാണുക. അതുപോലെ തന്നെ ഇത് ഓപ്ഷനിലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ടെസ്റ്റ് സീരീസ്, അതായത് മോക്ക് ടെസ്റ്റ് എന്തായാലും നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്. അതായത് ക്ലാസ് വീഡിയോ കാണണം, മോക്ക് ടെസ്റ്റ് ചെയ്യണം. ഇത് രണ്ടും എന്തായാലും നിങ്ങൾ കാണേണ്ട കാര്യങ്ങളാണ്. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രാക്ടീസ് സെഷൻ ഉണ്ടാവും. അതായത് നമ്മുടെ സ്ക്വയർ അക്കാഡമിൻ്റെ നിങ്ങൾക്കറിയാം പ്രാക്ടീസ് വിത്ത് ഫാക്കൽറ്റി എന്ന പ്രാക്ടീസ് സെക്ഷൻ ഉണ്ടാവും. അതായത് നിങ്ങൾക്ക് ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കാര്യം നിങ്ങൾക്ക് കുറേ ക്വസ്റ്റ്യൻസ് തരും. അത് നിങ്ങൾ ആദ്യം ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ഫാക്കൽറ്റീസിൻ്റെ കൂടെ ഇരുന്ന് ചെയ്യുക. അങ്ങനെയുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇതിലുണ്ട്. അതായത് പ്രാക്ടീസ് വിത്ത് ഫാക്കൽറ്റി അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ PYQ സെഷൻ ഉണ്ടാവും. അതായത് മാക്സിമം നമ്മൾ PYQ തരുന്നുണ്ടാവും. അപ്പോൾ ഈ കാര്യങ്ങളും കൂടെ ചെയ്യാം. അപ്പോൾ നിങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട എന്താ, റെഗുലറായി ക്ലാസ് കാണുക, ടെസ്റ്റ് സീരീസ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിൽ വരാനുള്ള ചാൻസ് കൂട്ടുന്നത് എങ്ങനെയാണ്, പ്രാക്ടീസ് സെഷനിൽ പങ്കെടുക്കുക. അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യുക. പ്രാക്ടീസ് സെഷൻ എന്താ, നമ്മുടെ പ്രാക്ടീസ് വിത്ത് ഫാക്കൽറ്റി, സ്കോറിൻ്റെ പ്രാക്ടീസ് വിത്ത് ഫാക്കൽറ്റി സെഷൻ ഉണ്ട്. അത് നിങ്ങൾ ജോയിൻ ചെയ്യുക. ഓക്കെ. ഇനി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ എന്താ, കോമൺ മിസ്റ്റേക്ക് ടു അവോയ്ഡ്. നമ്മൾ എക്സാം എഴുതുമ്പോൾ നമ്മൾ പലരും ചെയ്യുന്ന മിസ്റ്റേക്സ് ആണ് നമ്മൾ ഈ പറയുന്നത്. എന്താ, സ്കിപ്പിംഗ് ബേസിക്സ്. നമ്മൾ ബേസിക്സ് പഠിക്കാണ്ട് നമ്മൾ പോയിട്ട് കാര്യമില്ല. എന്താ, അപ്പോൾ നമ്മൾ എക്സാം ഹാളിൽ എത്തുമ്പോൾ നമുക്ക് അതായത് പല ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ വിചാരിക്കും അറിയാമെന്ന്, പക്ഷേ എക്സാം ഹാളിൽ എത്തുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ബേസിക്സ് ഒഴിവാക്കരുത്. ബേസിക്സ് നമ്മൾ ആദ്യം പഠിച്ചു തുടങ്ങാം. പിന്നെന്താ, ഓവർ കോൺഫിഡൻസ്. നമുക്ക് എല്ലാവർക്കും ഉള്ള കാര്യമല്ലേ ഓവർ കോൺഫിഡൻസ്. നമ്മളൊരു കാര്യം പഠിക്കുമ്പോൾ ഇതെനിക്കറിയാമല്ലോ, നമ്മളത് മറിച്ചു വിടും. ഇതെനിക്കറിയാമല്ലോ, സിമ്പിളാണല്ലോ, നമ്മളത് പ്രാക്ടീസ് ചെയ്യില്ല. പക്ഷേ എക്സാമിന് പോകുമ്പോൾ, റിയൽ എക്സാമിന് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് കൺഫ്യൂഷൻ വരും. നമ്മൾ ക്വസ്റ്റ്യൻസ് നമ്മൾ തെറ്റിക്കും. അപ്പോൾ ഓവർ കോൺഫിഡൻസ് നമുക്ക് പാടില്ല. പക്ഷേ കോൺഫിഡൻസ് ആവശ്യമാണ്. ഓവർ കോൺഫിഡൻസ് ആകരുത്. പിന്നെന്താ, മോക്ക് ടെസ്റ്റ് നമ്മൾ ചെയ്യാണ്ട് ഇരുന്നാൽ എന്ത് ചെയ്യും, നിങ്ങൾ ഒരു മോക്ക് ടെസ്റ്റും ചെയ്യാണ്ട് ഡയറക്റ്റായിട്ട് എക്സാം ഹാളിൽ പോയി എക്സാം ചെയ്യാൻ പ്ലാൻ ആണെങ്കിൽ എന്ത് ചെയ്യും, അവിടെ പോയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ, നിങ്ങൾ നമ്മൾ ടൈം ലിമിറ്റ് വെച്ചിട്ടുള്ള എക്സാം അല്ലേ, അതായത് 90 മിനിറ്റ് വെച്ചിട്ടുള്ള എക്സാംസ് ആണ്. ആ 90 മിനിറ്റ് കൊണ്ട് നമ്മൾ എക്സാം കവർ ചെയ്യുക എന്നതാണ് നമ്മുടെ ചലഞ്ച്. അപ്പോൾ അത് നിങ്ങൾ ഓൾറെഡി പ്രാക്ടീസ് ചെയ്യാം. ഡെയിലി മോക്ക് ടെസ്റ്റ് എടുത്ത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ സ്ട്രിക്റ്റ് ടൈം ലിമിറ്റിനുള്ളിൽ നിങ്ങൾക്ക് എക്സാം ഫിനിഷ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ മോക്ക് ടെസ്റ്റ് എടുക്കാണ്ട് നിങ്ങൾ പോകരുത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ
ടൈം മാനേജ്മെന്റ് കറക്റ്റ് ചെയ്യാൻ എന്ത് ചെയ്യണം? നിങ്ങൾ മോക്ക് ടെസ്റ്റ് എടുക്കണം, അതുപോലെ മെന്റൽ കാൽക്കുലേഷൻ ചെയ്യണം. അപ്പോൾ ഈ കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നമ്മൾ ടൈം മാനേജ്മെന്റ്, അതായത് നമ്മൾ കറക്റ്റ് ടൈമിൽ നമ്മൾ എക്സാം ഫിനിഷ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഈ എക്സാമിന് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. മാത്സിനും റീസണിങ്ങിനും അപ്ലൈ ചെയ്യും, അതായത് മാത്സിനും റീസണിങ്ങിനും നിങ്ങൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ വർഷം തന്നെ, അതായത് 2025 തന്നെ നല്ലൊരു ഗവൺമെൻറ് ജോലി കിട്ടട്ടെ.